അങ്ങനെ അവരുടെ കാർ ബീച്ചിലേക്ക് എത്തി. ഗായത്രി ആദ്യം തന്നെ കുഞ്ഞിനെയും എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി. കടൽ കാണാൻ അന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂര്യാസ്തമയത്തിന്റെ സമയമായിരുന്നു. സൂര്യന്റെ ചുവപ്പ് രശ്മികൾ കടൽ വെള്ളത്തിൽ തട്ടി തിളങ്ങുമ്പോൾ ആ കാഴ്ച കാണുന്ന രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ടും ഈ മനോഹര നിമിഷങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉള്ളതിനുള്ള വികാരം കൊണ്ടുമാണ് കണ്ണിൽ ചെറിയ നീർത്തുള്ളികൾ വന്ന് മൂടിയത്. ഗായത്രി അത് ശ്രദ്ധിച്ചു. അവൾ എന്തേ എന്ന് ചോദിച്ചു. അവനൊന്നുമില്ലെന്ന് തലയാട്ടി. ആ തിരമാലകളുടെ സൈഡിലൂടെ തണുത്ത കാറ്റേറ്റ് ഗായത്രിയുടെ കൈയും പിടിച്ച് കുഞ്ഞുമായി നടക്കാൻ അവൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തോ മടി, അവനത് ചെയ്തില്ല. അവർ അങ്ങനെ കുറച്ചു നേരം മണലിൽ ഇരുന്നു. അപ്പോഴാണ് ഐസ്ക്രീം വിൽക്കുന്ന വണ്ടിയുടെ ശബ്ദം കേട്ടത്. രുദ്ര, ഞാനൊരു ഐസ്ക്രീം വാങ്ങിട്ട് വരാം എന്ന് പറഞ്ഞ് ഗായത്രി എഴുന്നേറ്റ് പോയി. ഗായത്രി പോയപ്പോൾ രുദ്രൻ കുഞ്ഞിനെയും എടുത്ത് കുറച്ചും കൂടി ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നടന്നുപോയി ഇരുന്നു. അപ്പോഴാണ് പരിചിതമായൊരു ശബ്ദം കേട്ടത്. ഹലോ, എൻ്റെ പഴയ ഭർത്താവേ, സുഖമാണോ തനിക്ക്? രുദ്രൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. മുൻപിൽ കണ്ട ആളെ അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അത് ചിത്രയായിരുന്നു, രുദ്രന്റെ ആദ്യ ഭാര്യ. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. മോഡേൺ വസ്ത്രങ്ങളും മുടിയിലെ സ്റ്റൈലും ഒക്കെ മാറ്റി അവൾ കൂടുതൽ ഗ്ലാമറസ് ആയിരുന്നു. ചിത്രയുടെ ചുണ്ടിൽ ഒരുതരം പുച്ഛമുണ്ടായിരുന്നു രുദ്രനോട്. രുദ്രനെ അടിമുടി നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. അവന്റെ മുഖം പെട്ടെന്ന് കനത്തു വിട്ടോ. അവളെ കണ്ടപ്പോൾ ഈ കൂടിക്കാഴ്ച അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് കോലാടാ തൻ്റേത്? മര്യാദയ്ക്ക് ഒരു ഷർട്ട് വാങ്ങാനില്ലേ? കൈയൊക്കെ മുറിഞ്ഞ് എന്തോ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റി? ആരെങ്കിലും കൈ തല്ലിയൊടിച്ചോ? അവൾ അഹങ്കാരത്തോടെ ചോദിച്ചു. രുദ്രൻ അപ്പോൾ ധരിച്ചിരുന്നത് കൈമുറിഞ്ഞതുകൊണ്ട് ഇടാനുള്ള എളുപ്പത്തിനായി വീട്ടിൽ സാധാരണ ഇടുന്ന ഒരു ടീഷർട്ടായിരുന്നു. കൂടാതെ കുഞ്ഞു മണലിൽ കളിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അവൻ കുഞ്ഞിനെ എടുത്തത് കൊണ്ട് അത് കുറച്ചൊക്കെ അവൻ്റെ ഷർട്ടിൽ പറ്റി നാശമായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവൾ അവനെ വിലയിരുത്തിയത്. രുദ്രൻ മറുപടി പറയാതെ അവളെ രൂക്ഷമായി നോക്കി. അവൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞ് ഈ സംസാരം കേട്ട് ഉണർന്ന് കരയാൻ തുടങ്ങി. രുദ്രൻ വേഗം കുഞ്ഞിനെ തോളിലേക്ക് കിടത്തി പുറത്ത് തട്ടിക്കൊടുത്തു അവളുടെ കരച്ചിൽ മാറ്റാൻ നോക്കി. എന്നാൽ കുഞ്ഞ് കരച്ചിൽ നിർത്തിയില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ചിത്ര ചെവി പൊത്തി. ഓ, എന്തൊരു ചീറ്റലാണിത്! ഇതിനെ കാണാൻ എന്നെപ്പോലെയൊന്നും ഇല്ലല്ലോ. നിന്റെ അതേ ദാരിദ്ര്യ ലുക്കുണ്ട്, അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സ്വന്തം കുഞ്ഞായിട്ട് പോലും അവളോട് ഒരു തരം കരുണയോ വാത്സല്യമോ ചിത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത് അവളുടെ സംസാരത്തിലും ഭാവത്തിലും പ്രകടമായിരുന്നു. അത് കാണുമ്പോൾ രുദ്രന് അവളെ കത്തിച്ചു കളയാനുള്ള ദേഷ്യം വന്നു. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇത്രയും തരംതാരണ രീതിയിൽ സംസാരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലെ ദേഷ്യം ആളിക്കത്തി. അപ്പോഴാണ് അവിടേക്ക് ചിത്രയുടെ ബോയ് ഫ്രണ്ട് കിരൺ വന്നത്. ചിത്രയുടെ ബോയ് ഫ്രണ്ട്, അതായത് ആ കമ്പനിയിലെ മാനേജർ, അഹങ്കാരത്തോടുകൂടി വന്ന് രുദ്രന്റെ നേർക്ക് നിന്നു. അയാൾ ചിത്രയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് കൊണ്ട് പുച്ഛത്തോടെ ചോദിച്ചു. ഓ, നീ ഇവനെ കണ്ടിട്ടാണോ ഡാർലിംഗ് വന്നത്? രുദ്രനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ മനഃപൂർവ്വം ചിത്രയോട് ഇത്ര അടുപ്പം കാണിച്ചത്. എന്നാൽ രുദ്രൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ്റെ കണ്ണുകൾ മുഴുവൻ കുഞ്ഞിലായിരുന്നു. അവളുടെ കരച്ചിൽ മാറ്റാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഇവന്റെ കോലം? ഒരു പിച്ചക്കാരന്റെ കോലം പോലെയില്ലേ ഡാർലിംഗ്? ചിത്ര ബോയ് ഫ്രണ്ടിന്റെ തോളിൽ ചാരി നിന്നുകൊണ്ട് പരിഹാസത്തോടു കൂടി ചോദിച്ചു. അത് കേട്ടപ്പോൾ അയാൾ രുദ്രനെ അടിമുടി നോക്കി. ഹാ, പണ്ടേ കഞ്ഞിയായിരുന്നല്ലോ ഇവൻ. അതുകൊണ്ടല്ലേ ഇവന്റെ കുഞ്ഞിനെ വയറ്റിലുള്ളപ്പോൾ തന്നെ നീ എന്നെ സ്നേഹിച്ചത്? മറ്റൊരാളുടെ ഭാര്യയെ തട്ടിയെടുത്തത് വലിയ അഭിമാനത്തോടു കൂടി അയാൾ പറഞ്ഞു. അത് കേട്ട് ചിത്ര യാതൊരു ചമ്മലുമില്ലാതെ ചിരിച്ചു. രുദ്രന് ദേഷ്യം വന്നു. എങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനാണ് അവൻ ശ്രമിച്ചത്. അവന് തിരിച്ചു പറയണമെന്നുണ്ട്, പക്ഷെ ഈ അവസ്ഥയിൽ പറയണ്ട എന്ന് കരുതി അവൻ മൗനം പാലിച്ചു. അപ്പോഴാണ് ഐസ്ക്രീമുമായി ഗായത്രി അവിടേക്ക് എത്തിയത്. ഗായത്രിയെ കണ്ടതും കിരൺ ആലോചിച്ചു, എവിടെയോ കണ്ട ഒരു മുഖമാണല്ലോ എന്ന്. പിന്നെ ഗായത്രിയുടെ സൗന്ദര്യം ചിത്രയെ അസൂയപ്പെടുത്തി. ഇവൻ വേറെ കെട്ടിയോ എന്ന് അവൾ ആലോചിച്ചു. രുദ്രൻ തന്നെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുരിതത്തിൽ കഴിയണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. ഒന്നില്ലെങ്കിലും പ്രണയിച്ച് കെട്ടിയതല്ലേ, അതും അവൻ്റെ കഴിവ് കണ്ടിട്ട്. പിന്നെ പണമുള്ള ഒരുത്തിനെ കണ്ടപ്പോൾ പോയെന്ന് മാത്രം. ചിത്ര ഒരുതരം പുച്ഛത്തോടുകൂടി അവനോട് ചോദിച്ചു, ഇതാരാണ് എന്ന്. അപ്പോൾ രുദ്രൻ ഒരു അഭിമാനത്തോടു കൂടി ഗായത്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
ഇതെൻ്റെ ഭാര്യയാണെന്ന്. ഗായത്രി അവരെ നോക്കി. അവർ പറഞ്ഞതെല്ലാം ഗായത്രി കേട്ടിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലായിരുന്നു അവൾ അവരുടെ അടുത്തേക്ക് തന്നെ വന്നു നിന്നത്. അവൾ കിരണിനെ നോക്കി ഒന്ന് ചിരിച്ചു. രുദ്രൻ്റെ ജീവിതത്തിലെ പഴയ കാര്യങ്ങളെല്ലാം, അതായത് ചിത്ര ആരാണെന്ന്, എന്തിനാണ് ബന്ധം ഉപേക്ഷിച്ചു പോയത് എന്നൊക്കെ ഗായത്രിയോട് കല്യാണിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ആരാണെന്നും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഗായത്രിക്ക് വ്യക്തമായി മനസ്സിലായി. ഗായത്രി അവരെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും പുച്ഛവും ഒരുമിച്ചുണ്ടായിരുന്നു. അമർഷം അവളുടെ മുഖത്ത് നിഴലിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയാണെന്ന് തോന്നുന്നു അല്ലേ? ഗായത്രി ശാന്തമായി എന്നാൽ ദൃഢമായി ചിത്രയെ നോക്കി ചോദിച്ചു. ഗായത്രിയുടെ ആ ചോദ്യം ചിത്രയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ ഗായത്രിയോട് പുച്ഛത്തോടെ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ആദ്യ ഭാര്യ. എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ഇവനെ പോലൊരു ദാരിദ്ര്യനെ കെട്ടിയത്. പക്ഷെ എൻ്റെ കഷ്ടകാലമൊക്കെ എൻ്റെ ഡാർലിംഗ് എൻ്റെ ജീവിതത്തിൽ വന്നതോടെ കഴിഞ്ഞു. പിന്നെ നിന്റെ കഷ്ടകാലം തുടങ്ങിയല്ലേ ഇവനെ കെട്ടിയത് കൊണ്ട്. എന്നിട്ട് അവൾ രുദ്രനെ അടിമുടി നോക്കിക്കൊണ്ട് ഗായത്രിയോട് തുടർന്നു, അല്ല, ഇവൻ നിനക്ക് ചെലവിനൊക്കെ തരുന്നുണ്ടോ? അതോ വല്ല ജോലിയും ചെയ്തിട്ടാണോ ഇവനെയും കൂടി നീ പോറ്റുന്നത്? ഒരുമാതിരി വൃത്തികെട്ട രീതിയിലായിരുന്നു അവൾ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം ഏത് രീതിയിലാണ് ചോദിച്ചതെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അതിന് മറുപടിയായി ഗായത്രി അവളെ ഒന്ന് തുറച്ചു നോക്കി. അവളുടെ മുഖത്ത് ദേഷ്യത്തിൻ്റെ കനൽ നിറഞ്ഞു. രുദ്രനെക്കുറിച്ച് ഇത്തരം തരംതാഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്കിവൻ ചെലവിന് തരേണ്ട ആവശ്യമൊന്നുമില്ല, ഗായത്രി ശാന്തമായി എന്നാൽ ശക്തമായി പറഞ്ഞു. കാരണം ഭർത്താവിൻ്റെ ചെലവ് കഴിയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. പിന്നെ ഭർത്താവിനെ പണം കൊഴിയുന്ന മിഷനുമായിട്ടല്ല ഞാൻ കാണുന്നത്. രുദ്രൻ പൈസയേക്കാൾ വലുതായ പലതും എനിക്ക് തരുന്നുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗായത്രി വാക്കുകൾ അവിടെ മുറിഞ്ഞു. അവൾ നേരെ കിരണിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ കിരണല്ലേ? നിങ്ങൾക്ക് ചന്ദ്രമംഗലം കൺസ്ട്രക്ഷൻസിലെ മാനേജർ കൃഷ്ണൻകുട്ടിയെ അറിയോ? കിരണിൻ്റെ മുഖം പെട്ടെന്ന് മാറി. നിങ്ങൾക്കെങ്ങനെ ചന്ദ്രമംഗലം കൺസ്ട്രക്ഷൻസിലെ കൃഷ്ണൻകുട്ടി സാറിനെ അറിയാം? അയാൾ സംശയത്തോടെ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് ഗായത്രി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കൃഷ്ണൻകുട്ടിയെയും അറിയാം, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചും അറിയാം. ഗായത്രിക്ക് തൻ്റെ ബോസ് എന്ന അധികാരം ഉപയോഗിക്കണമെന്ന് തോന്നി. തൻ്റെ ഭർത്താവിനെ അപമാനിച്ചതിന് ഇതിലും നല്ല മറുപടി കൊടുക്കാനില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കേണ്ടതല്ലേ? അല്ലാതെ ഈ നന്മമരമായിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പിച്ചക്കാരനോട് ഉപമിച്ചു അല്ലേ? ഗായത്രി ഒരു ചിരിയോടെ ചോദിച്ചു. ആ ചിരിക്ക് പിന്നിൽ ഒരുപാട് വികാരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ അറിയണം കിരൺ, എൻ്റെ ഭർത്താവ് ആരാണെന്ന്. ഇത് രുദ്രൻ, ഈ ഗായത്രി ചന്ദ്രശേഖരൻ്റെ ഭർത്താവ്, ചന്ദ്രമംഗലം കൺസ്ട്രക്ഷൻസിലെ ഒരേയൊരു അവകാശിയുടെ ഭർത്താവ്. ഗായത്രി ചന്ദ്രശേഖരൻ്റെ സ്വത്തിനെല്ലാം അവകാശി. സ്വത്തിൻ്റെ അവകാശി എന്ന് മാത്രമല്ല, ഈ ഗായത്രിയുടെ പ്രാണവായു തന്നെ ഇപ്പോൾ എൻ്റെ രുദ്രനാണ്. അവൾ രുദ്രനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രനെ വിശ്വസിക്കാനായില്ല. അവൻ്റെ കണ്ണുകൾ ആ ഒരു നിമിഷം നിറഞ്ഞു. അവൾ എൻ്റെ രുദ്രൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ. അവൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ചിത്രയുടെ മുമ്പിൽ ജയിക്കുന്നത്. പക്ഷെ അത് ഗായത്രിയിലൂടെ സാധ്യമാകുമെന്ന് അവൻ കരുതിയില്ല. ഗായത്രി ചിത്രയെ നോക്കി. നിങ്ങൾ തേടിപ്പോയ പണവും സ്റ്റാറ്റസും ഒക്കെ എനിക്ക് ഈ ദരിദ്രൻ്റെ അടുത്ത് കിട്ടിയ സന്തോഷത്തിന് തുല്യമാവില്ല. ഒരുപക്ഷെ നിനക്ക് തരാത്ത പലതും ഇവൻ എനിക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവും നിനക്കത് തരാൻ അർഹതയില്ലെന്ന് തോന്നിക്കാണും അല്ലേ രുദ്ര എന്ന് ചോദിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്. ഗായത്രി അവൻ്റെ കൈയെടുത്ത് അവളുടെ ഷോൾഡറിൽ ഇടിപ്പിച്ച് അവനെ ഇടുപ്പിലൂടെ അവളോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കെട്ടിയോനും എൻ്റെ കുഞ്ഞും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് ഞാൻ സന്തോഷം എന്തെന്നറിഞ്ഞത്, ജീവിക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നത് എന്ന് അവൾ അഭിമാനത്തോടു കൂടി ചിത്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. കിരൺ വിശ്വസിക്കാനാവാതെ ഗായത്രിയോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളാണോ ഗായത്രി ചന്ദ്രശേഖരൻ എന്ന്?
അപ്പോൾ അവൾ ഒന്നും കൂടി ചിരിച്ചു. എന്തേ, വിശ്വാസമായില്ലേ തനിക്ക്? ആ, നാളെ തൻ്റെ കമ്പനി പൂട്ടിക്കുമ്പോൾ വിശ്വാസമായിക്കോളും. നിങ്ങളുടെ കമ്പനിയിലെ 90% ഇൻവെസ്റ്റ്മെൻറ്റും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതെല്ലാം ഞാൻ നാളെ പിൻവലിക്കും. എൻ്റെ ഭർത്താവിനെ ചവിട്ടി താഴ്ത്തിയിട്ട് നീ അത്ര വലുതാവണ്ട. എൻ്റെ രുദ്രനെ വേദനിപ്പിച്ചിട്ട് നീ അങ്ങനെ സന്തോഷിക്കും വേണ്ട. അതിന് ഈ ഗായത്രി ഒരിക്കലും സമ്മതിക്കില്ല. ഒരു ലേഡി ബോസിൻ്റെ പവർ അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എടോ കിരൺ, താൻ സൂക്ഷിച്ചോ. നാളെ തന്നേക്കാൾ പൈസയുള്ള ഒരുത്തനെ കണ്ടാലേ ഇവൾ അവൻ്റെ കൂടെ പോവും. അത്രയ്ക്കും ചീപ്പാണിവൾ. അവനോട് അങ്ങനെ പറഞ്ഞിട്ട് ഗായത്രി നേരെ ചിത്രയെ നോക്കി. പിന്നെ നാളെ ഇവൻ്റെ കമ്പനി പൂട്ടിക്കുമ്പോൾ അഷ്ടിക്ക് വഴിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ വരരുത്. നീ ആയതുകൊണ്ട് പറയാ, ഈ മുതലക്കണ്ണീരൊക്കെ ഒലിപ്പിച്ച് എൻ്റെ മകളെന്നൊന്നും പറഞ്ഞും വരണ്ട. എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും നിഴലത്ത് നിന്നെ കണ്ടുപോകരുത്. ഇവർ എൻ്റെയാ, എൻ്റെ മാത്രം എന്ന് പറഞ്ഞ് ഗായത്രി രുദ്രൻ്റെ കൈ പിടിച്ചു നടന്ന് നീങ്ങി. രുദ്രൻ്റെ മുഖം തിളങ്ങി. അവൻ തൻ്റെ രാജ്ഞിയായ ഭാര്യയെ നോക്കി ചിരിച്ചു. താൻ ആഗ്രഹിച്ച പോലെ ഗായത്രിയുടെ കൈയും പിടിച്ച് തിരമാലകളിലൂടെ അവൻ നടന്നു. ചിത്രയും കിരണും പരസ്പരം നോക്കി നാണം കെട്ട് തല കുനിച്ച് ഒരു തരം പേടിയോടെ അവിടെ നിന്നുപോയി. അവരുടെ വാക്കുകൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞ നിമിഷം അവർക്ക് താങ്ങാനായില്ല. ചിത്രയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഗായത്രിയുടെ ഓരോ വാക്കുകളും അവളെ മുഖത്ത് ചെരുപ്പും കൊണ്ട് അടിക്കുന്ന പോലെയായിരുന്നു. ഇനി ഗായത്രിയുടെയും രുദ്രൻ്റെയും ജീവിതത്തിലേക്ക് എന്തൊക്കെ നടക്കാമെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ ഗായ്.